പൂങ്കുളം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉള്ളത് മാഡത്തിന് അറിയോ? അറിയാം. അവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന ഒരു സമാജ ഓഡിറ്റോറിയം ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ഈ ഡോക്ടറിന്റെ ക്ലിനിക്ക്. എന്താ ആ ക്ലിനിക്കിന്റെ പേര്? പേര് അതിപ്പോ ഡോക്ടർ ജയറാംസ് ക്ലിനിക്. ഓഹോ, അപ്പൊ ക്ലിനിക്കും ഡോക്ടറുടെ പേരിൽ തന്നെയാണല്ലേ? മതി പവിത്ര, ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോളെ, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? എനിക്ക് വേറെ എന്താ ആലോചിക്കാൻ ആന്റി? പ്രണവിനെ കുറിച്ച് തന്നെ എപ്പോഴും എന്റെ ടെൻഷൻ. കളിച്ചു ചിരിച്ച് നടന്ന ഒരാളായിരുന്നു പ്രണവ്. ഏത് സമയം എന്നെ കണ്ട കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. ഫുൾ റൊമാൻറ്റിക് മൂഡായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. പ്രണവ് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലേന്ന് പോലും പേടിച്ചു നിൽക്കുക ഞാനിപ്പോ. എനിക്കാണെങ്കിൽ കരഞ്ഞും വിളിച്ച് സങ്കടം പറയാൻ അറിയില്ല. അതുകൊണ്ടൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എങ്കിൽ ഇന്നത്തോടെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് പറയാനാ ഞാൻ നിന്റെ അരികിലേക്ക് വന്നത്. ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? പ്രണവ് മാറി വരണമെങ്കിൽ അതിന് നീ ഒരാളെ വിചാരിച്ചാലേ നടക്കൂ. അവൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കേണ്ടത് നീയാ. ഏത് കാര്യത്തിലും ഞാൻ പ്രണവിനൊപ്പം തന്നെ ഇല്ലേ? സ്നേഹിക്കുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? രാത്രി മുഴുവൻ പ്രണവ് എന്റെ മടി കിടന്ന് ഓരോരോ സങ്കടങ്ങൾ പറയും. ഒന്ന് കണ്ണിമ വെട്ടാതെ പറയുന്നതെല്ലാം ഞാൻ കേൾക്കും. ഒന്ന് ഉറക്കം പിടിച്ചു കഴിഞ്ഞിട്ടാ പ്രണവിനെ നേരെ പിടിച്ചെടുത്ത് ഞാനൊന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. ഇനി അത് പോരെ ശിവാനി. എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട്? നീ വാ. ദേ അങ്ങോട്ട് നോക്കി. വന്നേ. ഇതെന്താ പാലും മുല്ലപ്പൂ ഒക്കെ? മുല്ലപ്പൂ നിനക്കുള്ളതും പാല് പ്രണവിനും. ഒന്ന് തിരിഞ്ഞു നിന്നേ. അല്ല അല്ല ആന്റി, ഇത് തിരിഞ്ഞു നിക്കങ്ങോട്ട്. ഇനി ഇത് പിടിക്ക്. ഇപ്പൊ കാര്യം പിടികിട്ടിയോ? നീയും പ്രണവും ചെറുപ്പമാണ്. വിഷമിച്ച് പാഴാക്കി കളയേണ്ട പ്രായമല്ലേ ഇത്. ആഘോഷിക്കേണ്ട സമയാ. എനിക്കറിയാം, ഒന്ന് ഒരുമിച്ചിരിക്കാനോ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ നിങ്ങൾക്കാവുന്നില്ല. അതെങ്ങനെയാ? ആ ഗൗതമും നിധിയും മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തി കളയുമല്ലേ. ആ പാർവതി എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിന്ന് ചെയ്തു തരേണ്ടതാ ഇതൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ? പാർവതി തന്നെയാ നിങ്ങളുടെ പ്രധാന ശത്രു. പ്രണവ് എനിക്ക് മോനെ പോലെയാ. നീ എന്റെ മരുമോളും. ഒരമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാ. പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ആ പ്രശ്നങ്ങൾ മറക്കാൻ ഇത്തരം ചില സന്തോഷങ്ങൾ അത്യാവശ്യമാ മോളെ. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഈ സാന്നിധ്യം ഒരു ഊർജമാണ്. ആ ഊർജം പകർന്നു കൊടുത്ത് നീ കൂടെ നിന്നില്ലെങ്കിൽ പതുക്കെ പതുക്കെ അവന്റെ മനസ്സ് മരവിച്ചു പോവും. എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, അതെന്റെ പേഴ്സണൽ ആവശ്യമാണ്. എത്രയും വേഗം ഒരു പേരക്കുഞ്ഞിനെ കാണണമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം നിനക്കും പ്രണവിനുമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എത്രയും വേഗം നീ ഒരു അമ്മയാവണോന്ന്. ഇന്നത്തെ രാത്രി ടെൻഷനെല്ലാം മറന്നു കളഞ്ഞേക്ക്. ചെല്ലെ, ഈ പാലുമായി പ്രണവിനരികിലേക്ക് ചെല്ലെ. എന്നിട്ട് ഈ രാത്രി ഏറ്റവും സന്തോഷമുള്ളതാക്ക്. ആ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? ചെല്ലെ. നാണം കെട്ട ഏർപ്പാട്. എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെ അഭിനയിച്ച ഇതിനെ രണ്ടെണ്ണത്തിനെയും കൂടെ നിർത്താൻ പറ്റും?